പ്രിയപ്പെട്ട അധ്യക്ഷൻ ഷുക്കൂർ ചെർക്കള, ഈ മഹത്തായ പ്രീമിയർ ലീഗ് CPL-ന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സമാദരണീയനായ അധ്യക്ഷൻ കലക്ടർ മൈനാജ് സാഹിബ്, വേദിയിൽ സന്നിധനായ CHO മുതുഞ്ഞി ചായിട്ടടി, ടോപ്പ് അബ്ദുല്ല അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കായിക താരങ്ങളെ, കായിക പ്രേമികളെ, സഹോദരന്മാരെ, ചെർക്കളയ്ക്ക് ഇന്ന് ഒരു ഉത്സവ അന്തരീക്ഷം പകർന്നുകൊണ്ട് ചെർക്കള പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഇന്നിവിടെ സമാരംഭം കുറിക്കുകയാണ്. കായിക രംഗത്ത് നിരവധി വ്യക്തിത്വങ്ങളെ വളർത്തിയെടുത്ത ഒരു മണ്ണാണ് കാസർഗോഡിൻ്റേത്, ചെർക്കളയുടേത്. തീർച്ചയായും അതിന് ഏറെ അഭിരുചി പകർന്ന ഒരു മണ്ണ് വോളിബോൾ രംഗത്താണ്. വോളിബോൾ രംഗത്ത് ദേശീയ അന്തർദേശീയ സംസ്ഥാന മത്സരങ്ങളും നിരവധി ടൂർണമെൻറ്റുകളും കാണികളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ മത്സരങ്ങളും ടൂർണമെൻറ്റുകളും ഒക്കെ നടത്തി ഖ്യാതി നേടിയ ഒരു പ്രദേശമാണ് ചെർക്കള പ്രദേശം. തീർച്ചയായും പിന്നീടത് ക്രിക്കറ്റിലേക്ക് വഴിമാറുകയും ക്രിക്കറ്റ് രംഗത്ത് തീർച്ചയായും ക്രിക്കറ്റ് അസോസിയേഷനും അതുപോലെ അതിൻ്റെ എല്ലാ കളികളിലും ഇവിടുന്ന് താരങ്ങളെ വളർത്തിയെടുക്കുവാനും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകാനും അതിനുവേണ്ടി വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എക്കാലത്തും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ കളി എന്ന് പറയുമ്പോൾ ക്രിക്കറ്റായാലും വോളിബോളായാലും അത് നേരം പോക്കും അതോടൊപ്പം തന്നെ സമയം നഷ്ടപ്പെടുത്തലും വീട്ടുകാരുടെ വഴക്ക് കേൾക്കലുമായിരുന്നു എങ്കിൽ ഇന്ന് എൻ്റെ മകനെ ഏത് രംഗത്ത്, ഈ ക്രിക്കറ്റ് രംഗത്തും ഏത് രംഗത്തേക്ക് വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുമോ? ലോകത്തെ ഏറ്റവും വലിയ കളിക്കാരൻ, ലോകത്തിലെ ഏറ്റവും നല്ല സമ്പന്നനായി മാറുന്ന ഒരു കാഴ്ചയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും കളി കാര്യമായി മാറുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഓരോരുത്തൻ്റെയും മനസ്സുകളിലുള്ള അഭിരുചികൾ, ആ അഭിരുചികളെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ഇത്തരം മത്സരം പ്രീമിയർ ലീഗുകളും നാടുതോറും നടക്കുന്ന മത്സരങ്ങളുമൊക്കെ ഓരോ വ്യക്തികളെയും ഓരോ യുവാക്കളുടെയും ഇത്തരം രംഗത്ത് ഒഴിഞ്ഞു കിടക്കുന്ന കഴിവുകളെ പരിപോഷിപ്പിച്ചെടുത്തുകൊണ്ട് അവർ സമൂഹത്തിൻ്റെ ഉന്നതമായ മേഖലകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അങ്ങനെ നാടിൻ്റെ ഒരു അഭിമാനമായി കൊണ്ടുമാറാനും കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കളിക്കാരനെ തൊട്ട് ഒരു നാട് ഉയർന്നു കാണും, ഒരു വിദ്യാഭ്യാസ സമ്പന്നനായ ആളുകളെ തൊട്ട് ഉദ്യോഗസ്ഥരെ തൊട്ട് നാട് സമ്പന്നമായി കാണും. അങ്ങനെ വിവിധ തലങ്ങളിലെ ഓരോ വ്യക്തികളും നാടിൽ ഉയർന്നു വരുമ്പോൾ ആ ഉയർന്നവരുടെ വ്യക്തിത്വങ്ങൾ കൊണ്ട് നാട്ടുകാർക്ക് അറിഞ്ഞു കൊടുക്കുന്ന ഒരു സമീപനവും കൂടി ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലഘട്ടം മാറുകയാണ്. ഇതുപോലുള്ള പഴയ കാലങ്ങളിൽ ഇതുപോലുള്ള നാട്ടിൻപുറങ്ങളിലെ ഗ്രൗണ്ടുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ ഇന്ന് നമ്മുടെ കളികൾ ടർഫ് മേഖലകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും നമ്മുടെ നാടുകളിൽ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കായിക താരങ്ങൾക്ക് അവിടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ പാശ്ചാത്തല സൗകര്യം, ഗ്രൗണ്ടുകളുടെ അഭാവം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ അടുത്ത കാലത്താണ് മാന്യയിൽ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനിൽ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു ഗ്രൗണ്ട് വളർന്നു വന്നത് എന്നുള്ളതാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിലും സ്ഥലപരിമിതികളുണ്ട് എങ്കിലും ആ സ്ഥലപരിമിതികളെ എങ്ങനെ മറികടന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ പരമാവധി നമുക്ക് അനുകൂലമായി വരുന്ന സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് നാട്ടോടൊപ്പം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുണ്ടാകുമെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലെ കളികളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത് മത്സരത്തിൽ ജയിക്കുക എന്നുള്ളതല്ല. മത്സരത്തിൽ ഒരു ടീം മാത്രമേ വിന്നേഴ്സ് ആവുകയുള്ളൂ. പക്ഷേ മത്സരത്തിൽ വിജയിക്കുന്നതിനപ്പുറം ആ മത്സരത്തിൽ ഭാഗവാക്കാവുക, മത്സരിക്കുക എന്നുള്ളതാണ്. ആ മത്സരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കായിക താരങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്.